എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചരിത്രത്തിലുടനീളം പലരും കാത്തിരിക്കുന്ന ഒരു വാഗ്ദത്ത ഭരണാധികാരിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആരാണ് ആ വ്യക്തി? എന്തിനാണ് അദ്ദേഹത്തിന്റെ വരവ്? ഈ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. വരൂ, നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഈ ഒരു വാചകത്തിൽ നിന്നാവാം. ഇത് കേവലം ഒരു ഉദ്ധരണി മാത്രമല്ല കേട്ടോ, മറിച്ച് ഭൂമിയുടെ നിയന്ത്രണത്തിനു വേണ്ടി നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന ഒരു വലിയ വടംവലിയുടെ നേർക്കാഴ്ചയാണ്. ഈ പോരാട്ടത്തിന്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ വലിയ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇമാം മഹദി എന്നൊരു വ്യക്തിത്വം കടന്നുവരുന്നത്. അപ്പോൾ ആരാണ് ഈ ഇമാം മഹദി? ഈ സ്രോതസ്സുകളനുസരിച്ച് ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ വരുന്ന ആളാണദ്ദേഹം. അതായത് നമ്മൾ ഈ പറയുന്ന കഥയുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു വലിയ ദൗത്യത്തിന്റെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ ദൗത്യത്തിന്റെ എല്ലാം പ്രധാന ലക്ഷ്യം എന്താണെന്നല്ലേ? അതാണ് ഈ ദൈവിക നീതിയുടെ രാഷ്ട്രമെന്നത്. ആദാം നബി മുതൽ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരുടെയും സ്വപ്നമായിരുന്നു ഇത്. എവിടെ നീതിയും സമാധാനവും ഐക്യവും ഉണ്ടാവുമോ, അങ്ങനെ ഒരു ലോകം. ഈ വലിയ പോരാട്ടത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ യുദ്ധങ്ങളോ സാമ്രാജ്യങ്ങളോ ഒന്നുമല്ല ഇതിനു പിന്നിൽ. കഥ തുടങ്ങുന്നത് മനുഷ്യരാശിയുടെ തുടക്കത്തിലാണ്, 2 സഹോദരന്മാരിൽ നിന്ന്. ആദാമിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? പക്ഷേ നമ്മൾ പരിശോധിക്കുന്ന ഈ സോഴ്സ് അതിന് പുതിയൊരു അർത്ഥം നൽകുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിനൊരു പുതിയ ദൗത്യം കിട്ടി. ഭൂമിയിൽ തിന്മയുടെ ശക്തികളെ തോൽപ്പിച്ച് ദൈവീക ഭരണം പുനഃസ്ഥാപിക്കുക. മനുഷ്യരാശിയുടെ ആദ്യത്തെ പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ആദ്യത്തെ പോരാട്ടം ആദാമിന്റെ മക്കളായ ഖാബീലും ആബേലും തമ്മിലായിരുന്നു. ആബേലിനെ വധിച്ചതിലൂടെ ഖാബീൽ നടത്തിയത് ചരിത്രത്തിലെ ആദ്യത്തെ അധികാര കയ്യേറ്റമായിരുന്നു. അതായത് അവിടെ വെച്ചാണ് സംഭവം രണ്ടായി പിരിയുന്നത്. ഒരു വശത്ത് ദൈവത്തിന്റെ പക്ഷം, മറുവശത്ത് സാത്താന്റെ പക്ഷം. ഈ പോരാട്ടം അന്ന് തുടങ്ങി ഇന്നും തുടരുന്നു. ഈ ഖാബീലും ഏബേലും തമ്മിലുണ്ടായ പ്രശ്നം അവിടെ തീർന്നില്ല. സത്യത്തിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നാൽ ഇതേ പാറ്റേൺ, ഇതേ പോരാട്ടം ചരിത്രത്തിലുടനീളം ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നന്മയും തിന്മയും തമ്മിലുള്ള അതേ പോരാട്ടം. നോക്കൂ, നൂഹ് നബി മുതൽ തുടങ്ങാം. അദ്ദേഹത്തിന് ശേഷം ഭൂമി വീണ്ടും തിന്മയുടെ കീഴിലായി. പിന്നെ വന്ന ഇബ്രാഹിം നബിക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ തന്നെ പറ്റിയില്ല. മൂസാ നബിയുടെ കാര്യമെടുത്താലോ, അദ്ദേഹത്തിന്റെ ജനത അനുസരണക്കേട് കാണിച്ച് ആ വാഗ്ദത്ത ഭൂമിക്ക് അയോഗ്യരായി മാറി. ഒടുവിൽ ഈസ നബിയുടെ ദൗത്യം അറസ്റ്റിലായതോടെ പാതിവഴിയിൽ നിലച്ചു. പക്ഷേ ഈ പരാജയങ്ങളുടെ എല്ലാം ചരിത്രത്തിൽ ഒരു വഴിതിരിവുണ്ടായി. മുഹമ്മദ് നബി വന്നു, മറ്റുള്ളവർക്ക് കഴിയാത്തിടത്ത് അദ്ദേഹം വിജയിച്ചു, ഒരു ദൈവിക രാഷ്ട്രം സ്ഥാപിച്ചു. പക്ഷേ ആ വിജയം അധികകാലം നീണ്ടുനിന്നില്ല. എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? മുഹമ്മദ് നബി സ്ഥാപിച്ചത് വെറുമൊരു രാജ്യമല്ലായിരുന്നു. അത് ദൈവത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ഒരു സമ്പൂർണ്ണ ആദാമായിട്ടാണ് ഈ സോസ് കാണുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ രാഷ്ട്രത്തിന് തുടക്കം മുതലേ ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു, അകത്തുനിന്നും പുറത്തുനിന്നും. അപ്പൊ മുഹമ്മദ് നബിയുടെ മരണശേഷം എന്ത് സംഭവിച്ചു? ഇവിടെയാണ് കഥ മാറുന്നത്. ഈ സോസ് പറയുന്നത് ആ ദൈവിക രാഷ്ട്രം തകർക്കപ്പെട്ടു എന്നാണ്. ശരിയായ പിൻഗാമികളെ മാറ്റി നിർത്തി മറ്റുള്ളവർ അധികാരം പിടിച്ചെടുത്തു. അതിനുശേഷം വന്ന ഉമയ്യദ്, അബ്ബാസിദ്, ഓട്ടോമൻ സാമ്രാജ്യങ്ങളെല്ലാം ആ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ച അല്ലെങ്കിൽ ശപിക്കപ്പെട്ട സാമ്രാജ്യങ്ങളാണെന്നാണ് ഈ സോഴ്സ് വാദിക്കുന്നത്. ഇനിയാണ് ഈ സോഴ്സിലെ ഏറ്റവും ഗൗരവമേറിയ, ഒരുപക്ഷെ ഏറ്റവും വിവാദപരമായ ഒരു വാദം വരുന്നത്. മുഹമ്മദ് നബിയുടെ മരണശേഷം നടന്ന അധികാര കൈമാറ്റത്തിൽ ആദ്യമായി അഭിനന്ദിക്കാനെത്തിയത് സാത്താൻ തന്നെയായിരുന്നുവെന്നാണ് ചില വിവരണങ്ങൾ പറയുന്നത്. ഇതൊരു വ്യാഖ്യാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മളിത് നിഷ്പക്ഷമായി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയതെങ്കിൽ ഇതിന് ഒരു പരിഹാരമില്ലേ? ചരിത്രത്തിലുടനീളം പരാജയപ്പെട്ട ഈ ദൗത്യം ഇനി ഒരിക്കലും വിജയിക്കില്ലേ? ഉണ്ട്, ഒരു പരിഹാരമുണ്ട് എന്നാണ് ഈ സോഴ്സ് പറയുന്നത്. ആ പരിഹാരമാണ് ഇമാം മഹദിയുടെ വരവ്. അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് വ്യക്തമായ 5 ഘട്ടങ്ങളുണ്ട്. 1. അദ്ദേഹം ആരാണെന്ന് ലോകത്തോട് വെളിപ്പെടുത്തും. 2. തന്നോടൊപ്പം ചേരാൻ അനുയായികളെ ക്ഷണിക്കും. പിന്നെ തിന്മയുടെ ശക്തികളെ ഒന്നൊന്നായി ഇല്ലാതാക്കും.
അവസാനം ലോകം മുഴുവൻ നീതിയിൽ അധിഷ്ഠിതമായ ഒരൊറ്റ രാഷ്ട്രം സ്ഥാപിക്കും. അതായത് മുഹമ്മദ് നബി തുടങ്ങിവെച്ചത് പൂർത്തിയാക്കാൻ വരുന്ന ഒരു രണ്ടാം വരവ് പോലെ. അപ്പം മഹദിയുടെ ഭരണം വന്നാൽ ലോകം എങ്ങനെയിരിക്കും? ഈ ചാർട്ട് നോക്കൂ. അനീതി എന്നത് ഇല്ലാതാവും. ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. അറിവ് എല്ലാവരിലേക്കുമെത്തും. ചുരുക്കി പറഞ്ഞാൽ പണത്തിനുപോലും വിലയില്ലാത്ത അത്രയും സമൃദ്ധിയുള്ളൊരു കാലം. ഒരു സുവർണ കാലഘട്ടമെന്നാണ് ഈ സോഴ്സുകൾ പറയുന്നത്. ഓർക്കുന്നുണ്ടോ, നമ്മൾ തുടങ്ങിയത് ഒരു വടംവലിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വടംവലി. മഹദിയുടെ വരവോടെ ആ വടംവലിക്ക് ഒരവസാനമാകും. തിന്മ പൂർണ്ണമായി പരാജയപ്പെടും. നന്മ എന്നേക്കുമായി വിജയിക്കും. അതോടെ ആ വലിയ പോരാട്ടം അവസാനിക്കും. അപ്പ് നമ്മുടെ വിവരണം ഇവിടെ തീരുകയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുണ്ട്. ചരിത്രത്തെ ദൈവിക അധികാരത്തിനായുള്ള ഒരു വലിയ പോരാട്ടമായി കാണുമ്പോൾ ഈ അന്തിമ വിപ്ലവം എന്ന ആശയം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? വിശ്വാസം, അധികാരം, നീതി, ഇവ തമ്മിലുള്ള ബന്ധമെന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നന്ദി.